ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നവരോ എല്ലാ സാറ്റർഡേയും സൺഡേയിലും നമ്മൾ ഇഷ്ടമുള്ള എങ്ങോട്ടെങ്കിലും പോകണം. ഒന്നെങ്കിൽ അവളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും തെണ്ടി പോകണം. ഇല്ലെങ്കിൽ ആൾ വെറുതെ വീട്ടിലിരിക്കില്ല. അങ്ങനെ ഫ്രൈഡേ ആയി ചോദിക്കും, നാളെ സ്കൂളിലല്ലോ, നാളെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് അറിയും. അങ്ങനെ ഇന്നലെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തതാണ് നിതയുടെ വീട്ടിൽ പോകാമെന്ന്. നിത പറഞ്ഞ് ഞങ്ങൾ മേമാടെ പേരക്കുട്ടിയാണ് കേട്ടോ, അങ്ങോട്ട് പോയാൽ മാത്രം പോലെ എന്തെങ്കിലും മുട്ടായി വാങ്ങി തരണം എന്നുള്ള എക്സ്പ്രഷനാണ് മുഖത്ത് കാണുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബസ് കേട്ടോ അധികം പോകാറ്. ബസ്സിന് പോകണമെങ്കിൽ 10 രൂപ കൊടുത്ത് നേരെ അവിടെ പോയി ഇറങ്ങാം. നമ്മൾ വണ്ടി വിളിച്ചിട്ട് 300 400 കൊടുത്ത് പോണക്കായി എത്രയോ ബെറ്ററല്ലേ ബസ്സിന് പോകണമെങ്കിൽ കാറ്റ് കൊള്ളാം, നമുക്ക് വ്യൂസ് ഒക്കെ കാണാം. അതുപോലെ കുട്ടികൾക്ക് നല്ല കംഫർട്ട്. എൻ്റെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബസ്സിന് പോകണം ഇഷ്ടം. നമ്മൾ അഥവാ കാറോ അല്ലെങ്കിൽ ഓട്ടോ വിളിക്കുമ്പോൾ പറയും ബസ്സിൽ പോകല്ലേ എന്ന് പറയും. നമുക്ക് ഏറ്റവും കൂടുതൽ അതാണ് ഇഷ്ടം. ഇവാനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നാടപറമ്പ് അങ്ങാടിയിലെത്തി. അവിടെ നിന്ന് നമുക്ക് മിഠായി വാങ്ങാം. നമ്മൾ ഇവളായിട്ട് പോകുമ്പോൾ വലിയ ഷോപ്പിലൊന്നും പോയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് അവിടുന്ന് പോരാൻ പറ്റില്ല, ഇവളോട്ട് വാങ്ങൂല്ല. അഥവാ വാങ്ങിയാൽ തന്നെ വലിയ മിഠായികൾക്ക് മാത്രമേ ഇവൾക്ക് കണ്ണ് കാണുള്ളൂ. നമുക്കൊന്നും നമ്മളെ നമ്മളെ കണ്ണ് പോകില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് മിഠായിയൊക്കെ മേടിച്ച് അയാളോട് പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പാക്ക് ചെയ്യണം, ഇങ്ങനെ കയ്യിലൊന്നും പിടിക്കാൻ പറ്റില്ല, പാക്ക് ചെയ്തിട്ട് തരണം എന്നിട്ട് അയാൾ പാക്കറ്റൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഓട്ടോ വിളിച്ച് ഓട്ടോ പോകണം. ഒരു 30 രൂപ കൊടുത്താൽ നമുക്ക് അവിടെ പോയി ഇറങ്ങാം. അധികം നമ്മൾ നടക്കാറാണ് പതിവ്. പക്ഷേ കുട്ടി ഉറങ്ങിയത് കാരണം അവിടെ എടുത്തിട്ട് ഞാൻ നടക്കേണ്ട വിചാരിച്ച് നമ്മൾ ഓട്ടോയിലാണ് പോയത് കേട്ടോ. ആകെ ഒരു 5 മിനിറ്റ് നടത്തുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് നല്ല മടിമാരായതുകൊണ്ടേ നടക്കാൻ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്താ വെച്ചാൽ വണ്ടി വിളിച്ച് പോകാൻ വിചാരിച്ച്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഈ തടിയുടെ രഹസ്യം എന്താണെന്ന്. അങ്ങനെ നമ്മൾ തീരുമ്പോൾ മിഠായി പാക്കറ്റ് പിടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ എത്തിയിട്ട് വേണം അവളെ കാണാൻ, ഇത് കൊടുത്തിട്ട് വേണം ഇത് കളിക്കാൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മുടെ മേമയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ നമ്മുടെ മേമയുടെ വീട്. ഈ കാണുന്നത് കേട്ടോ നമ്മുടെ മേമാടി ആപ്പാടിയും വീട് വരുന്നത് പഴയ കാലത്തുള്ളൊരു വീടാണ്. ദിയമോൾ വന്ന പാടന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കളിയിലായിട്ടോ. അവിടെ വന്നേക്കെ തന്നെ ചെറുതായിട്ടൊന്നും വേണ്ട, ആ ഒരു കെട്ട് കാൽമ കാണാനുണ്ട്. അവൾക്ക് എന്തെങ്കിലും മുറി വന്ന് അപ്പൊ കെട്ടണം, എന്തെങ്കിലും ശീല വെച്ച് കെട്ടിയാൽ അവളെ പ്രശ്നം തീരും. അപ്പൊ നമുക്ക് ഇവരിവിടെ കളിക്കട്ടെ, നമുക്ക് പുറത്തൊന്നും പോയോക്കാം. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കുളം കണ്ടില്ലെങ്കിൽ അത് മോശമല്ല, നമുക്ക് കുളം കാണാൻ പോകാം. ഈ കാണുന്നത് എൻ്റെ 2 കസിൻസ് ആട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് മണത്തിറങ്ങി ഇവിടെ എത്തിയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണല്ലോ, അപ്പോൾ ഞങ്ങളെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയ ആളുകൾ മീനാ വണ്ടി മുമ്പിലൊന്ന് പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ കുളം ഇതാണ് കേട്ടോ. ഈ സ്റ്റെപ്പിൽ ഇത് ഫുള്ളും വെള്ളം ഉണ്ടാവില്ല. ഇപ്പം മഴക്കാലമൊന്നും അല്ലല്ലോ. അപ്പോൾ ആ കാണുന്ന വെള്ളം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ കുളത്തിൽ ഇറങ്ങിയിട്ടേ ഇല്ല. ഞങ്ങൾ ആപ്പാക്കിന് ആരും ഇറങ്ങുന്നത് ഇഷ്ടമല്ല. അങ്ങനെ കൊണ്ടുനടക്കുന്ന കുളമാണ് കേട്ടോ. ഒരുപാട് തൈകളുടെ മരങ്ങളുടെ ഇടയിൽ ഒരു വീട്, നല്ല രസമുണ്ടല്ലേ. ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ സമയമായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ദിയമോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അമ്മ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്, ടാറ്റാ. വരുമ്പോൾ വല്ല ഡയലോഗ് അടിച്ചിട്ട് കാറ് കയറി പോകണമെന്ന് വിചാരിക്കണമല്ലേ. അതൊന്നുമല്ല ഗൈസ്, ബസ്സുള്ളടത്തേക്ക് നമ്മളോട് പോകണല്ലോ. അങ്ങനെ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി കാണാം.